നമസ്കാരം. കേരളം ഒരു പുതിയ മുഖ്യമന്ത്രിയെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 10 ദിവസമായി. കേരളത്തിനൊപ്പം തിരഞ്ഞെടുപ്പ് ഫലം വന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ അധികാരമേറ്റു കഴിഞ്ഞു. എന്നിട്ടും കേരളത്തിന്റെ കാര്യത്തിൽ ഇനിയും തീരുമാനമായില്ല. മുഖ്യമന്ത്രി ആരെന്നറിയാതെ ശക്തമായ അമർഷത്തിലാണ് UDF അണികൾ. സതീശനോ KCയോ അതോ ചെന്നിത്തലയോ എന്ന ചോദ്യത്തിന് ഹൈക്കമാൻഡ് ഉത്തരം നൽകാതെ നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഇന്ന് വൈകുന്നേരം പ്രഖ്യാപനമുണ്ടാകുമെന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴും അതിലും അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. എന്താണ് തീരുമാനം വൈകുന്നതിന് പിന്നിലെന്ന ചോദ്യവും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നുണ്ട്. അതേസമയം സോഷ്യൽ മീഡിയ അതിനനുസരിച്ച് മറ്റു കഥകളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മെയ് 13-ാം തീയതിയാണ്. രാഷ്ട്രീയക്കാരെയും ഭരണാധികാരികളെയും പണ്ടേ വിറപ്പിക്കുന്ന ആ 13-ാം തീയതി. ഈ അപശകുന തീയതി ഒഴിവാക്കാൻ വേണ്ടിയാണോ കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപനം ബോധപൂർവം വൈകിപ്പിക്കുന്നത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന സംശയം. രാഷ്ട്രീയക്കാർക്ക് 13 എന്നത് ഒരു പേടി സ്വപ്നമാണ്. 1996-ൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാർ വെറും 13 ദിവസത്തിനുള്ളിൽ വീണതും പിന്നീട് 13 മാസത്തിനു ശേഷം വീണ്ടും അധികാരം നഷ്ടപ്പെട്ടതും ചരിത്രം. അന്നു മുതൽ ഡൽഹിയിലെ രാഷ്ട്രീയ ചാണക്യന്മാർക്ക് 13 എന്ന് കേൾക്കുന്നത് തന്നെ ചതുർത്ഥിയാണ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഔദ്യോഗിക വസതിയുടെ കാര്യത്തിലും ഈ 13-ാം നമ്പർ വില്ലനായിട്ടുണ്ട്. ലോക് കല്യാൺ മാർഗിലെ വസതികളുടെ നമ്പറുകളിൽ നിന്ന് 13-നെ ഒഴിവാക്കിയതും ഈ അന്ധവിശ്വാസത്തിന്റെ പുറത്താണെന്ന് പറയപ്പെടുന്നു. പല പ്രമുഖ നേതാക്കളും തങ്ങളുടെ ഔദ്യോഗിക ബംഗ്ലാവായി 13-ാം നമ്പർ കിട്ടിയാൽ അത് വേണ്ടെന്ന് വെക്കുകയോ നമ്പർ മാറ്റുകയോ ചെയ്യുന്നത് പതിവാണ്. കേരളത്തിലെ മന്ത്രിമന്ദിരങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. പല മുൻ മന്ത്രിമാരും 13-ാം നമ്പർ ഔദ്യോഗിക വാഹനം ഒഴിവാക്കാൻ നെട്ടോട്ടമോടിയ ചരിത്രമുണ്ട്. 13-ാം നമ്പർ കാറിൽ യാത്ര ചെയ്താൽ മന്ത്രിസ്ഥാനം തെറിക്കുമെന്നോ അല്ലെങ്കിൽ വ്യക്തിപരമായ തിരിച്ചടികൾ ഉണ്ടാകുമെന്നോ ഉള്ള ഭയം പ്രമുഖ നേതാക്കൾക്കിടയിൽ പോലുമുണ്ട്. വിപ്ലവം പ്രസംഗിക്കുന്നവർ പോലും സത്യപ്രതിജ്ഞയ്ക്കും അധികാരമേൽക്കലിനും ജാതകവും മുഹൂർത്തവും നോക്കുമ്പോൾ 13 എന്ന അക്കത്തെ ബോധപൂർവം മാറ്റി നിർത്തുന്നു. ഇന്ന് ബുധനാഴ്ചയും ഒപ്പം 13-ാം തീയതിയുമാണ്. ഈ ദിവസം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചാൽ അത് വരാനിരിക്കുന്ന സർക്കാർ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെക്കുറിച്ചും ഭയമുണ്ടോ എന്നാണ് ചർച്ചകൾ. ഹൈക്കമാൻഡിലെ ചില ജ്യോതിഷ പാണ്ഡിത്യമുള്ള നേതാക്കൾ ഉപദേശിച്ചിട്ടുണ്ടാകുമോ എന്ന സംശയമടക്കം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. 13-ാം നമ്പറിൽ താമസിച്ചു കുടുങ്ങിയവരുമുണ്ട്. മൻമോഹൻ ബംഗ്ലാവിൽ താമസിക്കുന്നവർ ഏറെ നാൾ അധികാരത്തിൽ തുടരില്ലെന്നാണ് ചിലരുടെ വിശ്വാസം. ആന്റണി രാജുവായിരുന്നു മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചിരുന്നത്. ആന്റണി രാജുവിന് പിൽക്കാലത്ത് കേസും കൂട്ടവുമായി മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉരുത്തിരിയുകയും ചെയ്തിരുന്നു. 1-ാം പിണറായി സർക്കാരിൽ മന്ത്രി തോമസ് ഐസക്കാണ് 13-ാം നമ്പർ കാർ ഉപയോഗിച്ചിരുന്നത്. തുടക്കത്തിൽ കാർ ഒഴിവാക്കാൻ മന്ത്രിമാർ ശ്രമിച്ചത് വിവാദമായതോടെയാണ് തോമസ് ഐസക് കാർ ഏറ്റെടുത്തത്. രാശിയില്ലാത്ത വീടെന്ന് പേരുകേട്ട മൻമോഹൻ ബംഗ്ലാവ് ഔദ്യോഗിക വസതിയാക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം. ആര്യാടൻ മുഹമ്മദും ഐസക്കും ഈ മന്ത്രിമന്ദിരത്തിൽ താമസിച്ച് കാലാവധി തികച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് CPI പ്രതിനിധിയും കൃഷി മന്ത്രിയുമായ P പ്രസാദിനായിരുന്നു 13-ാം നമ്പർ സ്റ്റേറ്റ് കാർ ഉണ്ടായിരുന്നത്. 13-ാം നമ്പർ നല്ലതല്ലെന്ന വിശ്വാസം കാരണം മുൻപ് പലരും ഈ നമ്പർ ഒഴിവാക്കിയിരുന്നു. 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തോമസ് ഐസക്കും സുനിൽകുമാറും 13-ാം നമ്പറിനായി സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഐസക്കിനാണ് കാർ ലഭിച്ചത്. 2011-ൽ UDF സർക്കാരിന്റെ കാലത്തും 13-ാം നമ്പർ കാർ ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് 2006-ൽ VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് MA ബേബിയായിരുന്നു ഈ കാർ ഏറ്റെടുത്തത്. ദേശീയ രാഷ്ട്രീയത്തിലും 13 എന്ന നമ്പർ ഒരു വില്ലനാണ്. പല പ്രധാനപ്പെട്ട കരാറുകളും ഒപ്പിടാനോ മന്ത്രിസഭാ വികസനത്തിനോ 13-ാം തീയതി തിരഞ്ഞെടുക്കാൻ നേതാക്കൾ മടിച്ച ചരിത്രമുണ്ട്. എന്തായാലും 13-ാം തീയതിയിലെ ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് കോൺഗ്രസ് എപ്പോൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അതോ തീയതി പരിഗണിക്കാതെ തന്നെ ഇന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമോ എന്നാണ് അറിയേണ്ടുന്നത്.